ക്രിസ്തുവിൽ പ്രിയരെ, ഇന്ന് 2025 അവസാന ദിവസമാണ്. അമ്മമാരോടാണ് ഇന്നത്തെ സന്ദേശം. നമ്മെ വിശ്വസിച്ച് നമ്മുടെ കരങ്ങളിൽ ഭരമേൽപ്പിച്ച ഉത്തരവാദിത്തമാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ. അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുവാനും അവരെ നല്ല രീതിയിൽ നയിക്കുവാനും പരിശുദ്ധാത്മാവിനാൽ അവരെ മുദ്രയിടുവാനും നമ്മിൽ ഉത്തരവാദിത്വം ദൈവം നൽകിയിരിക്കുന്നു. നമ്മുടെ കുടുംബത്തിന് ഒരു വേലി കെട്ടി പ്രാർത്ഥിക്കേണ്ടത് നാം അമ്മമാർ തന്നെയാണ്. ഈ സന്ദേശം എല്ലാ അമ്മമാരിലും എത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവകൃപയിൽ ശരണം പ്രാപിക്കുന്നു. ഇന്നത്തെ ലോകത്തെ ഒന്ന് നോക്കുക. മയക്കുമരുന്നും കൊലപാതകങ്ങളും വിശ്വസിക്കാനാകാത്ത സംഭവങ്ങളും നടുക്കുന്ന വാർത്തകളും നാം നിരന്തരം കേട്ടുകൊണ്ടിരിക്കുകയാണ്, കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ കണ്ടവരെ നാം ഇന്ന് കാണുന്നില്ല. പല ചിരിച്ച മുഖങ്ങളും നമുക്കിന്ന് അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. വളരെ നീചമായ ഈ ലോകത്താണ് നമ്മുടെ കുഞ്ഞുങ്ങളും സഞ്ചരിക്കുന്നത്. കർത്താവ് തൻ്റെ പരസ്യ ശുശ്രൂഷാ കാലത്ത് ഇങ്ങനെ പറയുകയുണ്ടായി: ചെന്നായ്ക്കളുടെ ഇടയിൽ കുഞ്ഞാടുകളെപ്പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു എന്ന്. ചെന്നായ്ക്കൾ നിറഞ്ഞ ഒരു ലോകമാണ്. കൊള്ളക്കാർ നിറഞ്ഞ ഒരു ലോകമാണ്. ദുഷ്ടൻ്റെ തീയമ്പുകൾ നിരന്തരം ദൈവമക്കളെ ലക്ഷ്യമിടുന്ന ഒരു ലോകമാണിന്ന്. ഒരു കാലമാണിത്. ഇത് അന്ത്യകാലമാണ്. അമ്മമാരായ നാം ആത്മീക അഭിഷേകം പ്രാപിക്കുന്നതിലൂടെ നമ്മുടെ കുടുംബത്തിന് എന്തൊക്കെ നേട്ടങ്ങളാണ് ഉണ്ടാകുന്നത്. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ നാം ആത്മാവിൻ്റെ ഫലം നിറഞ്ഞവരാകുന്നു. നമ്മിൽ സ്നേഹവും സന്തോഷവും സമാധാനവും നിറയുന്നു. അമ്മമാരായ നമ്മിൽ സ്നേഹവും സന്തോഷവും സമാധാനവും നിറയുന്നതിനോടൊപ്പം നമ്മുടെ കുടുംബത്തെ സംയമനത്തോടെ നിയന്ത്രിക്കുവാൻ നമുക്ക് കഴിയുന്നു. ഏതു പ്രശ്നം വന്നാലും അത് കർത്താവിങ്കൽ ഭരമേൽപ്പിക്കുവാൻ, ദൈവത്തിൽ വിശ്വാസമർപ്പിച്ച് അവിടത്തോട് യാചിക്കുവാൻ, അവിടത്തോട് പറയുവാൻ, അവിടത്തോട് സമർപ്പിക്കുവാൻ നമുക്ക് ഇത് സഹായകമാകുന്നു. സദൃശ്യവാക്യത്തിൽ പറയുന്നത് പോലെ അവൾ ഭാവി കാലത്തെ ഓർത്ത് പുഞ്ചിരിക്കുന്നു. അതെ, ഏത് പ്രശ്നം വന്നാലും ദൈവത്തിൽ വിശ്വാസമർപ്പിക്കുന്ന ഒരു സ്ത്രീ ഭയപ്പെടാതെ ചെറുപുഞ്ചിരിയോടെ തൻ്റെ പ്രശ്നത്തെ നേരിടുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. വേദപുസ്തകത്തിൽ അനേകം സ്ത്രീകളെ നമുക്കതിൽ ഉദാഹരണമായി എടുക്കുവാൻ സാധിക്കും. എത്രയോ വർഷങ്ങളായി മക്കളില്ലാതിരുന്ന ഹന്ന തൻ്റെ പ്രത്യാശ കൈവിട്ടില്ല. കണ്ണീരോടെയും പ്രത്യാശ കൈവിടാതെയും അവൾ ദൈവസന്നിധിയിൽ യാചിച്ചിരുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കുന്നു. സാറ പുത്രോൽപാദനത്തിൻ്റെ ശക്തി നിന്നു പോയിട്ടും പ്രത്യാശയാലും വിശ്വാസത്താലും സാറായ്ക്ക് വാർദ്ധക്യത്തിൽ ഒരു കുഞ്ഞുണ്ടായതായി കാണപ്പെടുന്നു. പ്രാർത്ഥനയിൽ, വിശ്വാസത്തിൽ കർത്താവിൻ്റെ അനുഗ്രഹങ്ങൾ നേടിയെടുക്കുന്നതിൽ സ്ത്രീകൾ ഒട്ടും പിന്നിലല്ല എന്ന് അമ്മമാർ മനസ്സിലാക്കുക. നമ്മുടെ മക്കൾക്ക് വേണ്ടി നാം തന്നെ മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിക്കുക. കർത്താവിൻ്റെ രക്തത്തിൽ അവരെ മുദ്രയിടുക. അവർ സ്കൂളിലേക്ക് പോകുമ്പോൾ അവരുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുക. അവരെ അനുഗ്രഹിച്ചയക്കുക. വചനം പറഞ്ഞയക്കുക. നമ്മുടെ കണ്ണിൽ നിന്ന് അവർ മായുകയാണ്. അവർ ലോകത്തിലോട്ട് പോകുമ്പോൾ നമ്മുടെ കണ്ണിൽ അവരില്ല. എന്നാൽ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ കാഴ്ചയിൽ അവർ എപ്പോഴും ആയിരിക്കുവാൻ നാം അവരെ ഭരമേൽപ്പിച്ച് പ്രാർത്ഥിക്കുക. ലോകമാകുന്ന നൈൽ നദിയിൽ മോശക്കുഞ്ഞിനെ ഞാങ്ങണപ്പെട്ടകത്തിൽ കീൽ തേച്ച് ഒരമ്മ ഒഴുക്കിവിട്ടു. മറ്റെല്ലാ കുഞ്ഞുങ്ങളും നൈൽ നദിയിൽ നശിച്ചു പോയപ്പോൾ ഞാങ്ങണപ്പെട്ടകത്തിൽ കീൽ തേച്ച് സുരക്ഷിതമായി മോശക്കുഞ്ഞ് ഒഴുകി നടന്നു. അമ്മമാരെ, പ്രിയ അമ്മമാരെ, നമ്മുടെ കുഞ്ഞുങ്ങളെയും വചനമാകുന്ന ഞാങ്ങണപ്പെട്ടകത്തിൽ പൊതിഞ്ഞ് കർത്താവിൻ്റെ രക്തമാകുന്ന കീൽ തേച്ച്
പൊതിഞ്ഞു വിടാമോ? അമ്മമാർ നാം തന്നെ അതിനു വേണ്ടി പ്രാർത്ഥിക്കുക. അവർക്ക് ചുറ്റും, നമ്മുടെ കുടുംബത്തിന് ചുറ്റും ഒരു വേലി കെട്ടുക. ഇതാകണം 2026 അമ്മമാരുടെ ശ്രദ്ധാകേന്ദ്രം. കർത്താവിൻ്റെ തിരുക്കുടുംബം പോലെ നമ്മുടെ കുടുംബത്തെ സംരക്ഷിക്കേണ്ടുന്ന ചുമതല നാം അമ്മമാർക്ക് ദൈവം നൽകിയിരിക്കുന്നു. അതിലേക്കായി പ്രാർത്ഥിക്കുക. നമ്മുടെ മക്കളെ ദുഷ്ടൻ നോക്കാതെ വണ്ണം, ഒരു ദോഷവും തട്ടാതെ വണ്ണം പരിപാലിക്കപ്പെടുവാൻ നാം പ്രാർത്ഥിക്കുക. വചനം പറഞ്ഞ് കുഞ്ഞുങ്ങളുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുക. ദൂതന്മാർ അവരെ കൈകളിൽ വഹിച്ച് നടക്കുവാൻ, തൻ്റെ കാലുകൾ കല്ലിൽ തട്ടിപ്പോകാതിരിക്കുവാൻ തക്കവണ്ണം നാം വചനം പറഞ്ഞ് വിശ്വാസത്തോടെ പറഞ്ഞ് അത് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. വിശ്വാസത്തോടെയുള്ള തൻ്റെ ഭക്തൻ്റെ പ്രാർത്ഥന ഒരു നാളും കർത്താവ് തള്ളിക്കളഞ്ഞിട്ടില്ല. വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നു എന്ന് കർത്താവ് നമുക്ക് വചനത്തിലൂടെ പറഞ്ഞു തന്നിരിക്കുന്നു. അതെ, നാം പ്രസ്താവിച്ചു പറയുക, ഈ 2026 നമുക്ക് ഏറ്റവും അനുഗ്രഹം തരുന്ന ഒരു വർഷമായിരിക്കും. നമ്മുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹം പ്രാപിക്കും, അഭിവൃദ്ധി പ്രാപിക്കും. ഉപജീവന മാർഗം തേടുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഈ വർഷം, ഈ 2026 വർഷത്തിൽ ഒരു ഉപജീവന മാർഗം ലഭിക്കട്ടെ. പഠനത്തിലേക്കായി പോകുന്ന മക്കൾക്ക് തങ്ങളുടെ പഠന ജീവിതം ഏറ്റവും അനുഗ്രഹകരമായിരിക്കട്ടെ. അവരുടെ മേൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ വർഷത്തെ അങ്ങ് ഏറ്റവും അനുഗ്രഹിച്ച് അടിയങ്ങൾക്ക് നൽകണമേ. അങ്ങ് ഞങ്ങൾക്കായി തന്നിരിക്കുന്ന, തുറക്കാൻ പോകുന്ന ഈ പുതുവർഷം അടിയങ്ങൾക്ക് ഏറ്റവും നന്നായിരിക്കട്ടെ. അടിയങ്ങളുടെ കുടുംബത്തെ അങ്ങ് സംരക്ഷിക്കണമേ. ശത്രു കാണാതെ അടിയങ്ങളുടെ കുടുംബത്തെ അങ്ങയുടെ രക്തത്തിൽ മുദ്രയിട്ട് മറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഒരു ദോഷവും തട്ടാതെ വണ്ണം, ദുഷ്ടൻ്റെ തീയമ്പുകൾ കൊള്ളാതെ വണ്ണം, രാത്രിയിലെ ഭയം തട്ടാതെ വണ്ണം, പകൽ പറക്കുന്ന അസ്ത്രങ്ങൾ കൊള്ളാതെ വണ്ണം അടിയങ്ങളുടെ കുടുംബത്തെ അങ്ങ് സംരക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പരിശുദ്ധാത്മാവെ, നിരന്തരം അടിയങ്ങളോട് ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു അനർത്ഥവും നിനക്ക് ഭവിക്കയില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തിന് അടുക്കയില്ല എന്നുള്ള വചനം അടിയങ്ങൾ ഏറ്റെടുക്കുന്നു. നാഥ, അത് ഞങ്ങളുടെ ജീവിതത്തിൽ ഈ പുതുവർഷത്തിൽ പ്രാവർത്തികമാകട്ടെ. കർത്താവെ, അടിയങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങ് തന്നെ കൂടെ ഇരിക്കണമേ. അപ്പാ, ഞങ്ങളുടെ മക്കളെ അങ്ങ് കാവലായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദുഷ്ടൻ കാണാതെ വണ്ണം ശക്തിയുള്ള അങ്ങയുടെ രക്തത്താലുള്ള വേലി കൊണ്ട് അടിയങ്ങളുടെ കുടുംബത്തെ മറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നാഥ, സർവം അങ്ങയുടെ കരങ്ങൾ സമർപ്പിക്കുമ്പോൾ എളിയ യാചന കേൾക്കണം. യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ദൈവം നമ്മെ ഏവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. എല്ലാവർക്കും പുതുവത്സരാശംസകൾ.